മഴ തോരുമ്പോൾ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബാലചന്ദ്രൻ നല്ല സന്തോഷത്തോടെയൊക്കെ ഇനി അലീനനെ സ്നേഹിക്കുന്നതൊക്കെ. അതിനുശേഷം പിന്നെ നമ്മുടെ മനുവിനെ വിളിച്ച് പറയുന്നേ, എടാ നിനക്ക് വേണമെങ്കിൽ ഞാൻ അവളെ കല്യാണം കഴിക്കാട്ടാ, ഞാൻ അവളെ ദത്തുപുത്രിയായിട്ട് എടുത്തല്ലോ. ദത്തുപുത്രി ഇതൊന്നും പറയാൻ പറ്റില്ല, എൻ്റെ ഭവിതമോളുടെയും കൃഷ്ണമോളുടെയും പോലെ തന്നെ എല്ലാ സ്ഥാനവും ഞാൻ അവൾക്ക് കൊടുക്കുന്നുണ്ടെന്ന് പറയും. ഈ അങ്കിൾ എന്നെ പിന്നെ ഞെട്ടിക്കണല്ലോ, അലീനനെ ദത്തെടുത്തെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാനൊന്ന് ഞെട്ടി. രണ്ടാമത് വീണ്ടും ഞെട്ടിക്കണമെന്നൊക്കെ ചോദിക്കും. നീ ഞെട്ടിക്കോ, ഇനി ഞെട്ടാൻ തയ്യാറായിക്കോ എന്നൊക്കെ പറയും. പിന്നീട് രാത്രി നമ്മുടെ കൃഷ്ണമോള് വീണ്ടും അമ്മേരെ പഴയ സാമ്പാറും ചോറും കഴിക്കാണ്ട് അലീന ഉണ്ടാക്കി വെച്ച ഭക്ഷണമൊക്കെ നല്ല ആസ്വദിച്ച് അവരുടെ മുന്നിൽ ഇരുന്ന് ഇങ്ങനെ കഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ രോഹിത്തിന് കൊതിയായിട്ട് പാടില്ല, പക്ഷെ രോഹിത്തിന് കഴിക്കാൻ പറ്റില്ലല്ലോ, അഭിമാനമല്ലേ വലുത്. അങ്ങനെ രോഹിത് ദേഷ്യത്തോടെ ആ പ്ലേറ്റ് അങ്ങോട്ട് തെറിപ്പിച്ച് കളയണേ. അങ്ങനെ ആ പ്ലേറ്റ് ആകെ തറയിലാകെ ചിതറി വീഴണ്. അപ്പോൾ അത് കണ്ടുകൊണ്ട് ബാലചന്ദ്രൻ വരും. ബാലചന്ദ്രൻ നേരെ വന്ന് അപ്പോഴത്തേനും എല്ലാവരും ചാടി എഴുന്നേൽക്കും. രോഹിത്തിൻ്റെ കാരണം നോക്കി ഒന്ന് കൊടുക്കുകയും ചെയ്യും ബാലചന്ദ്രൻ. അലീന വെച്ചുണ്ടാക്കുന്ന ഭക്ഷണം ഇഷ്ടമില്ലാത്തവർ കഴിക്കണ്ട, ഒരു നിർബന്ധമില്ല കഴിക്കാൻ. പക്ഷേ ഈ മാതിരി ചെറ്റത്തരം എൻ്റെ വീട്ടിൽ നടക്കില്ല, വിഷം കിട്ടുമെന്ന് പറയും. അങ്ങനെ അവരാകെ ഞെട്ടി നിൽക്കണ്. അപ്പോൾ വൈജയന്തി വന്ന് അലീനോട് പറയുന്നത്, നിനക്ക് സന്തോഷമായില്ലേടി, സ്വർഗം പോലെ ഉണ്ടായിരുന്ന വീട് നശിപ്പിച്ചപ്പോൾ നിനക്ക് സമാധാനമായില്ലേ, നീ ആർമാദിക്കടി, നീ ഇതെല്ലാം കണ്ട ആർമാദിക്കുന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് ബാലചന്ദ്രൻ നല്ല സ്നേഹത്തോടെ അലീനയ്ക്ക് ഭക്ഷണമൊക്കെ വാരി കൊടുക്കുന്നൊരു ഭാഗം കൂടി പ്രൊമോയിൽ കാണിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.